ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ആദ്യം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും പോയിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ മുൻപത്തെ വീഡിയോസ് കാണാത്തവർ എല്ലാവരും പോയിട്ട് കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പോസിറ്റീവായാലും നെഗറ്റീവായാലും എല്ലാവരും കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഗ്രീൻ പീസാണ് കേട്ടോ. ഗ്രീൻ പീസ് ഞാനിവിടെ 250 ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി ഓരോ കുക്കറിനനുസരിച്ച് വേവ് മാറ്റുണ്ടാവും, അതിനനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറുമയിലേക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും സ്ക്വയർ ഷേപ്പായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസും പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുക്കർ 4 വിസിലിന് ശേഷം അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഗ്രീൻ പീസ് ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടോ, ഒന്ന് കടിക്കണ ലെവലിലാണ് വെന്ത് വന്നിട്ടുള്ളത്. നന്നായിട്ട് വെന്ത് അലിഞ്ഞ് പോയിട്ടില്ല. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ഏലക്കയാണ്. 2 ഏലക്ക മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അതിൽ കൂടുതലായി പോകണ്ട. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് പട്ടയാണ്. അത് ഞാൻ 2ആക്കി കട്ട് ചെയ്തതാണ് കേട്ടോ. ചെറിയ പീസ് പട്ട എടുത്താൽ മതി. ഇതും കൂടി ചേർത്ത് കുറച്ചും കൂടി വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് വെജിറ്റബിൾസ് വേവാനുള്ള വെള്ളം കൂടി ചേർത്ത് ഒരു വിസിൽ ആവുന്നത് വരെ വേവിച്ചെടുക്കുക. വെജിറ്റബിൾസ് വേവാൻ ഒറ്റ വിസിൽ മതി കേട്ടോ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ മുഴുവനായിട്ട് ചിരക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഞാൻ അത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തേങ്ങ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയും ചപ്പാണ് കേട്ടോ. അത് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ വെജിറ്റബിൾസ് നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, നല്ല കടിക്കാൻ പാകത്തിൽ തന്നെ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല എരിവുള്ള കുരുമുളകാണെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എരിവ് കുറവുള്ളതാണ്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഗ്രീൻ പീസ് വേവിച്ച സമയത്ത് ഇട്ടതാണ്, അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും ചപ്പിൽ പുതിന ചേർത്തിട്ടില്ല, ചപ്പ് മാത്രമേ, മല്ലിയില മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തള പൊട്ടി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടൻ്റെ കൂടെ ആണെങ്കിലും വെള്ളപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും മറ്റെന്ത് ഡിഷിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാവും. നമുക്ക് രാവിലത്തേക്കോ വൈകുന്നേരത്തേക്കോ രാത്രിത്തേക്കോ ഒക്കെ തയ്യാറാക്കാൻ വളരെ ഈസിയാണ്, ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മുൻപത്തെ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നല്ല അടിപൊളി ഡിഷിൻ്റെ റെസിപ്പി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. ഇനി പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.